ഹായ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളോടത് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ബിനി സാർ ആണ്. ബിനി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അക്കൗണ്ട്സ് മേഖലയിൽ 10-12 വർഷത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. ഹായ് സാർ. സാർ, ഒരു അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? പലരും കരുതിയിരിക്കുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റില്ല. അതായത് ഒരു ബികോം അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ അത് പറ്റൂ. അതായത് ഒരു ബികോമോ അല്ലെങ്കിൽ ഇപ്പോൾ +2 കൊമേഴ്സ് എടുത്തു കഴിഞ്ഞ് ബികോം അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ MBA MCOM ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അത് പറ്റുള്ളതാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഭാവിയിൽ ഈ ഒരു പ്രൊഫഷൻ എടുക്കാൻ ആഗ്രഹമുള്ള ആർക്കും ഇത് പറ്റും. അതായത് ആത്മാർത്ഥമായി പഠിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. അത് ശരിക്കും നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ മനസ്സുള്ള ആർക്കും ഈ ഒരു കോഴ്സ് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും അക്കൗണ്ട് മേഖലയിലേക്ക് പോവാം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ? അതായത് ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബിസിനസ് എന്താണ് അല്ലെങ്കിൽ ഒരു കമ്പനി എന്താണ് ഇതൊക്കെ അവർക്ക് ഒരുവിധം അറിയാം. പക്ഷെ ഒരു സയൻസ്, ഹ്യൂമാനിറ്റീസ് ആ ഒരു സ്ട്രീമിൽ നിന്ന് വന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള എന്താണ് ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മുതൽ അവരെ നമ്മൾ പതുക്കെ ഈ ഒരു അക്കൗണ്ട്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തിക്കും. എന്നിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അക്കൗണ്ട്സിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതേപോലെ ഓരോ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ശരിക്കും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ഡെബിറ്റ് ആസ്പെക്ട്സും ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ശരിക്കും അവരെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പതുക്കെ കൊണ്ടുവരും. അല്ല നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു വേസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും. അങ്ങനല്ല, ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതുകൂടാതെ അവരെ സംബന്ധിച്ച് അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്കിതൊരു പ്രൊഫഷനായിട്ട് നാളെ അത് ഭാവിയിൽ ഉപകരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ബിടെക് കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. എനിക്ക് ഈ അക്കൗണ്ട്സ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ജോലി സാധ്യതകളായിരിക്കും കിട്ടുക? പുറത്തേക്കൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഇന്ന ഫീൽഡിലേക്ക് മാത്രം കഴിയുന്നൊരു വേക്കൻസീസ് കിട്ടും അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം എല്ലാ ബിസിനസ് ഇൻഡസ്ട്രീസിലേക്കും നമുക്ക് അക്കൗണ്ട്സിൽ വേക്കൻസീസ് ഉണ്ട്. പ്രത്യേകിച്ച് പുറത്തോട്ട് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പം ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും ഒക്കെ വർക്ക് ചെയ്ത് ഒരു മിനിമം 6 months അല്ലെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റീസ് പുറത്തേക്കുണ്ട്. പക്ഷെ അതിന് ഗ്രാഹ്യമായി പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അക്കൗണ്ടിങ്ങിന് അത് ഒരുപാട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അത് നല്ല രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതായത് ഇത് ശരിക്കും ഒരു വൈറ്റ് കോളർ ജോബാണ്. നമുക്കൊരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോബായിരിക്കും കിട്ടുക. അപ്പം ശരിക്കും ഇന്ന മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ പറയാനില്ല. നമുക്ക് ഏതൊരു ബിസിനസ്സിലേക്കും നമുക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ ഒരു രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വേക്കൻസീസ് ഉള്ള നല്ലൊരു ഇൻഡസ്ട്രി ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മറ്റുള്ള ജോബ് സെക്ടറിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നും അത്രയ്ക്ക് മാർക്കറ്റിൽ വാല്യൂ ഉള്ള ഒരു സെക്ഷനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തിട്ട് ആളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. പക്ഷെ ആൾക്കത് മുന്നോട്ട് റൺ ചെയ്ത് പോകാനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും സാർ കാരണം? ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഈ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും അവർക്കൊരു പ്രൊഫഷണൽ ടച്ച് കിട്ടുന്നില്ല. അതായത് ഒരു റിയൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അവർക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു അക്കൗണ്ടിങ് പ്രൊഫഷണലിനെ വേണ്ട രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല. അതായത് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ആളെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഒരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതോ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമുക്ക് അക്കൗണ്ട്സിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മളൊരു അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ബേസിക് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ജേണൽ എൻട്രി എന്ന് പറയും, ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ആ ജേണലിൽ നമ്മൾ ലെഡ്ജർ അറേഞ്ച് ചെയ്യുന്നു. ആ ലെഡ്ജറിൽ പിന്നെ ട്രയൽ ബാലൻസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ശരിക്കും ഒരു ബിസിനസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് നമ്മളൊരു പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബില്ല് അഥവാ അതിനെ ഇൻവോയ്സ് എന്ന് വിളിക്കാം.
അതുപോലെ നമ്മൾ കുറച്ച് ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെയിൽസ് ബില്ല് നമ്മൾ സൂക്ഷിക്കും. അതായത് ഒറിജിനൽ ബില്ല് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് നമ്മൾ കൈവശം വയ്ക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പം നമ്മൾ റീകൺസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെയിൻ സ്ലിപ്പ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡെബിറ്റ് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ സെയിൽ ചെയ്ത ഗുഡ്സ് നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് നോട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഡോക്യുമെൻറ്റ്സിനാണ് നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ബിസിനസ്സിൽ. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് ശരിക്കും ചെയ്യുന്നത്. അതാണ് ഇവ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതും കൂടെ ഉൾപ്പെടുത്തി പഠിക്കുക എന്ന് പറഞ്ഞാൽ റിയൽ ടൈമിൽ അല്ലെങ്കിൽ റിയൽ ബിസിനസ്സിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുക. പിന്നെ പ്രധാനമായിട്ടും ഒരു അക്കൗണ്ടന്റിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. അതായത് ഡേ ടു ഡേ വരുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം GST, അതുപോലെ ഇൻകം ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവയർനെസ് ഉണ്ടായിരിക്കുക. GST എന്ന് പറയുമ്പോൾ തന്നെ പലതരത്തിലുണ്ട്. CGST, SGST, UTGST, അതുപോലെ IGST. അപ്പം അതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ഉണ്ടാവുക. അതുപോലെ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് കാൽക്കുലേഷൻസ് ചെയ്യുക. ആ കാൽക്കുലേഷൻസിന് ശേഷം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക. അതായത് സൈറ്റുകളിൽ കയറി എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാമെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെയാണ് പിന്നെ കസ്റ്റം ഡ്യൂട്ടിയിൽ നമുക്ക് ഇ വേ ബില്ലിൻ്റെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. വാല്യൂ ആഡഡ് ടാക്സിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ്സിൽ റിയൽ ലൈഫിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരു BCom ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് PG എടുക്കുന്നതാണോ ബെറ്റർ, അതൊരു 6 month അക്കൗണ്ടിങ് കോഴ്സ് എടുക്കുന്നതാണോ ബെറ്റർ? എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പണ്ടത്തേക്കാളുള്ള അപേക്ഷിച്ച് നോക്കുമ്പം സ്റ്റുഡൻസ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ PG കഴിഞ്ഞിട്ടാണ് അവൻ ചിന്തിക്കുന്നത് ഏത് ജോലിക്ക് പോകണം എന്നുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു +2 കാലഘട്ടം കഴിയുമ്പോൾ തന്നെ ആളുകൾ ചിന്തിച്ച് തുടങ്ങും ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഒരു 6 month ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രൊഫഷണൽ പ്രാവീണ്യം നേടി അങ്ങ് പോവാം, എക്സ്പീരിയൻസ് നേടി മുന്നോട്ട് പോവാം. അതുപോലെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞു, അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തു, ഒരു ജോലിയിലേക്ക് കയറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഡിഗ്രിയും ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഏത് ഡിഗ്രി വേണമെങ്കിലും നമുക്ക് കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ഡിഗ്രിയോ ഈ എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഡിഗ്രി കൈ വന്നു കഴിഞ്ഞാൽ പ്രൊമോഷനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനോടൊപ്പം തന്നെ ഡിഗ്രി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. +2 കഴിഞ്ഞ് അക്കൗണ്ടിങ് കോഴ്സ് എടുത്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി, അതായത് BComോ BBAയോ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ചെയ്യാം. ഇനി ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ PG ചെയ്യാം, MComോ MBA തുടങ്ങിയ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുക? അത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പല സ്റ്റുഡൻസും കോഴ്സ് കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ അവരാദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? പക്ഷേ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് സ്റ്റുഡൻസ് അവിടെ ചെല്ലുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സപ്പോർട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ചൂസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം അത് നമ്മൾ അന്വേഷിക്കുക. 2, സർട്ടിഫിക്കേഷൻ. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണോ ഈ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? 3ാമത് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ള ലാബുണ്ട്, ഒരു ബെറ്റർ ലാബ് ഫെസിലിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ 6 മാസത്തെ കോഴ്സ് ചെയ്യുമ്പോൾ ഇത്രയും നാൾ നമ്മൾ പല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ബെറ്റർ ആയിട്ടുള്ളൊരു അവയർനെസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലാബ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇൻഡസ്ട്രിയിൽ ലീഡിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് പഠിച്ചവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതാണ് ടാലി ERP9 ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ SAP ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ SAPയിലേക്ക് കൺവേർട്ട് വരുന്നുണ്ട്. SAPയുടെ തന്നെ ഒരുപാട് മൊഡ്യൂൾസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SAP ഓതറൈസ്ഡ് സെൻറ്റർ ആണെന്നുള്ളത് പരിശോധിക്കുക. കാരണം വളരെ റെയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ SAPൻ്റെ ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ സാർ, ഇപ്പോൾ ഏകദേശം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.